like that one's too hot. It's like too overpowering. അവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത് അവിടുത്തെ വീടുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വീടുകളാണ്. അതിനെക്കുറിച്ച് എന്നാ പറയുക? What are your initial impressions of UK? How do you say it? Like very like off grid. Like how do you say that? Like what do you say of like cottage type? Like how do you say like not city type, like the opposite, say like out in the Countryside. Yeah, Countryside. countryside, yeah. Countryside. Okay. This is your first visit to UK, right? Yeah. Salio? എൻ്റെ അത് ഇഷ്ടല്ലേ, That's just, ഇല്ലേ? 50 വർഷം കഴിഞ്ഞ് ആദ്യത്തെ 50 വർഷം കഴിയാൻ കാത്തിരുന്നു ഇംഗ്ലണ്ട് കാണാൻ വേണ്ടിട്ട്. വർഷം ഒരു നമ്പറാണ്, പ്രായം ഒരു നമ്പർ. രാജ്ഞിമാരെ രാജാവ് വരാനായിട്ട് നോക്കിയിരിക്കുവായിരുന്നു. രാജ്ഞിമാരെ രാജാവ് വരാൻ നോക്കിയിരിക്കുവായിരുന്നു. അല്ല, നിങ്ങൾക്കൊക്കെ എപ്പം വേണേലും വരാവുന്ന ഒരു വീടാണ്. ഞാൻ നിങ്ങളുടെ മൂത്ത പെങ്ങളല്ലേ, ഇത് നമ്മുടെ അമ്മയുടെ സ്ഥാനമാണ് എനിക്ക്. നിങ്ങൾക്ക് എപ്പം വേണേലും എപ്പോഴും വരാം. ഞാൻ പലതവണ വന്നിട്ടുണ്ട്. പൈസയെ കുറിച്ച് ചിന്തിച്ച് അവസാനം വേണ്ട സഹിക്കുന്നത്. സലിയോ? അല്ലല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക് ആയതുകൊണ്ട് അത് അടച്ചിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് വൺ സൈഡ്, അതൊരു സൈഡില്. മറ്റേ ഫൈനാൻഷ്യൽ കംഫോർട്ട്. അല്ല, നോർത്തേൺ ടെറിട്ടറി ഹിയറിംഗിനാണ് ഏറ്റവും കൂടുതൽ എൻഡോഴ്സ്മെന്റ് കിട്ടിയിട്ടുള്ളത് പോസിറ്റീവ്. എന്നാ ടെറിട്ടറി ഹിയർ ദ ബെസ്റ്റ് ഹിയറിംഗ് ക്ലിനിക് ഇൻ ഡാർവിൻ അല്ലേടാ? അവിടെ 35 റിവ്യൂ ഉള്ളു, 5 സ്റ്റാർ റിവ്യൂസ്. നമുക്ക് 258 ഉണ്ട്. പവർ ഓഫ് സോഷ്യൽ മീഡിയ. അതാ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഏത് വർഷമാണ് ഇവിടെ 2008 ഉണ്ടായിരുന്നു. 2008 അത് വരുമ്പോൾ തണുപ്പാ. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നവംബർ ഡിസംബർ സമയത്താണ്, ജനുവരി സമയത്താണ് നല്ല തണുപ്പാണ്. അപ്പൊ പിന്നെ നമുക്ക് ഒരു പരിപാടികളും ഇല്ല. തണുപ്പ് കാലത്ത് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ഒരു ബെയർലാൻഡാണ്, ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ഇവിടെ 2001 വന്നായിരുന്നല്ലോ ഞാനും അമ്മയെ കൂടെ. അത് നമ്മള് വാടകയ്ക്ക് താമസിക്കുക. നമ്മള് അതെ, 63 സോൾവേ റോഡ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ നമ്മളൊന്ന് ഷെയറിങ് അവിടെ താമസിക്കുന്നത്. അപ്പൊ പിള്ളേരൊക്കെ കൊച്ചാ. അപ്പൊ അമ്മയെയും കുഞ്ഞ് പിള്ളേർ 2 പേരും ഇവിടെ ഇട്ടിട്ട് അമ്മയും സജിയും പാച്ചിക്കുഞ്ഞും കൂടെ കൂടി ഓസ്ട്രേലിയ അല്ല ഇവിടെ ജർമ്മനി ആംസ്റ്റർഡാം എല്ലാം കറങ്ങി. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടത്. അതായത് ആ ട്രിപ്പിലാണ് തിരിച്ചു വന്നിട്ട് ഈജിപ്തിൽ നിന്നാണ് ഇവിടെ വന്നത്. ഗ്രീസ് വഴി, ഗ്രീസിയുടെ. അത് കഴിഞ്ഞ് നേരെ ഓസ്ട്രേലിയക്ക് വന്നു, ബ്രിസ്ബെയിനിൽ. നീ അന്ന് ബ്രിസ്ബെയിനിലുണ്ട്. ബ്രിസ്ബെയിനിൽ വന്നു 2001 ഡിസംബർ മാസത്തില്. നമ്മളൊരു കുർബാനയ്ക്ക് പുസ്തകം മേടിക്കാൻ വേണ്ടി തൂമ്പയ്ക്കൊക്കെ പോയായിരുന്നു. അവിടെ പോയ അസോസിയേഷൻ സ്ഥാപനം ഇമ്മാനുവൽ വലക്കപ്പറ്റം LCBS ആയിരുന്നു. നല്ല ഒരു മെമ്മറീസ് ഒത്തിരി നമുക്കുണ്ട്. മെമ്മറിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും മെമ്മറി നമുക്ക് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുത്തി കുറിക്കുകയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, കാരണം വിശേഷിച്ച് ഡിമെൻഷ്യ വാർഡിൽ വർക്ക് ചെയ്യുന്നു, മെമ്മറി പോയി കഴിയുന്ന നമ്മുടെ ജീവിതം തന്നെ പോയി. ഐഡന്റിറ്റി ഓർമ്മകളിലൂടെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഓർമ്മകളാണ് നമുക്ക് അതിനെ സുന്ദരമാക്കുന്നത്. ജീവിതത്തിൽ 3-4 കാര്യങ്ങൾ നമ്മുടെ എപ്പോഴും ബ്രെയിനിനെ ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവരെ ആൾക്കാർ പറഞ്ഞില്ല പസിൽസ് ചെയ്യുക, നമ്മൾ മാത്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ എപ്പോഴും അതിനെ ബ്രെയിനിനെ എപ്പോഴും ഒരു പണി കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള നമ്മളിൽ ഒത്തിരി ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് സ്ട്രോക്ക് വന്നിട്ട് അവർക്ക് ഡിമെൻഷ്യ വരാം. സ്ട്രെസ് എന്ന് പറയുന്ന സാധനമാണ് ഒരു ഏറ്റവും വേഴ്സ് ആയിട്ടുള്ളൊരു സാധനം. നമ്മുടെ കാരണന്മാർക്ക് ഡിമെൻഷ്യ കുറവുള്ള കാരണം അവർക്ക് സ്ട്രെസ് എടുക്കാൻ സമയമില്ലായിരുന്നു. അവർക്ക് അവർ ആക്റ്റീവാണ്. അടുത്ത കൊച്ചു വരുമ്പോൾ ഇന്ന ഉണ്ടാക്കണം, അടുത്ത ഉണ്ടാക്കണം, ഇട്ടുകാണല്ല ഇങ്ങനെ അവരങ്ങനെ. വേറെ നമ്മളങ്ങനെയല്ല. നമ്മൾ മെന്റലി നമ്മളത് ചെയ്തില്ല എങ്കിൽ ലോകം അവസാനിക്കൊന്നുമില്ല. അതുകൊണ്ടാണോ ഇപ്പൊ ഈ പ്രിവലൻസ് ഓഫ് ഡെമെൻഷ്യ കൂടുതലാകാൻ കാരണം ഈ സ്ട്രെസ് ലെവൽ കൂടിയത് കൊണ്ടാണോ? ഹൈപ്പർ ടെൻഷൻ വൺ ഓഫ് ദ റീസൺ ആണ്. കാരണം ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് സ്ട്രോക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ വാസ്കുലർ ഡെമെൻഷ്യ ആവും. അങ്ങനെ അതൊരു വശം. പിന്നെ ആൽക്കഹോൾ കൺസംഷൻ, ആൽക്കഹോൾ ഒത്തിരി കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസിനെ അത് അഫക്ട് ചെയ്തിട്ട് അത് അങ്ങനെ വരും. പിന്നെ ഏജ് റിലേറ്റഡ് ഉണ്ട്. അതായത് നമുക്ക് 70 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% നമ്മുടെ ബ്രെയിൻ സെൽസ് ഡെത്ത് ആകും. 80 ആകുമ്പോൾ 20 ആകുമ്പോൾ 20 ആകും,
90 ആകുമ്പോൾ 30. അതായത് പറയത്തില്ലേ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ വന്നു എന്ന് പണ്ട് നാട്ടിൽ പറയുന്ന കാര്യം അതാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ വാസ്കുലർ റീസൺ അറിയത്തില്ലാത്ത ലൂയി ബോഡി ഡിമെൻഷ്യ ഉണ്ട്, ആൽസൈമേഴ്സ് ഡിമെൻഷ്യ ഉണ്ട്, കാരണം ഒത്തിരി വെറൈറ്റീസ് 140 160 വെറൈറ്റീസ് ഓഫ് ഡിമെൻഷ്യ ഉണ്ട്. അപ്പം ഇതിന് എക്സാക്ട് റീസൺ ആർക്കും അറിയത്തില്ല. ഒരു ഓട്ടോപ്സി ചെയ്ത് അതിൻ്റെ ബ്രെയിൻ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഉള്ളൂ ഏതൊക്കെ ഇമ്പൾസസ് ആണ് ഡിസോൾവ് ആയി പോയേക്കണേ. നമ്മൾക്ക് ഈ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ഇമ്പൾസസ് അത് ഡിസോൾവ് ചെയ്ത് പോകുമ്പോഴും അത് പാസ് ചെയ്യത്തില്ല, അവിടെ സ്റ്റക്കായി ഒരു പൈപ്പ് പോലെയാ. പൈപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് വെള്ളം ഒഴുകി പോകണം. പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒഴുകത്തില്ല, അവിടെ പകരം ഡ്രെയിൻ ഡ്രൈയാ. അങ്ങനത്തെ ഒരവസ്ഥയാണ് ബ്രെയിൻ വരുന്നത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടുന്നാണല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാശുവാവയുടെ ഒക്കെ ഈ പ്രായത്തില് നമ്മളാരും സ്ട്രെസ്സിനെ പറ്റി ഈ നാട്ടിലൊന്നും കലറൊന്നും കേട്ടിട്ട് പോലുമില്ല, ഇല്ലേ? കാരണവന്മാർ 2 തല്ല് തന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ അല്ലേ സ്ട്രെസ് എന്നുള്ളത് നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെ തല്ലു കൊള്ളാത്തവരായിട്ടുള്ള ആരാ ഉള്ളത്? എല്ലാരും കല്ലുകൊള്ളുന്നു. വഴക്ക് പറഞ്ഞ സ്ട്രെസ്സാ. പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് വല്ല ആന്റി ഡിപ്രസൻസും എല്ലാം സ്റ്റാർട്ട് ചെയ്യും വളരെ ഏർലി സ്റ്റേജിൽ. നമ്മുടെ കുഞ്ഞു പെണ്ണ് പറയും ഡോണ്ട് ഗിവ് ചേട്ടായി സ്ട്രെസ്. അവക്ക് 3 വയസ്സേ ഉള്ളൂ, ചേട്ടായിക്ക് 7 വയസ്സേ ഉള്ളൂ. ഡോണ്ട് ഗിവ് ചേട്ടായി സ്ട്രെസ്. കാരണം ഇവിടുത്തെ വർക്ക് പ്ലേസസില് സ്ട്രെസ് എന്ന് പറയുന്ന ടെർമിനോളജി അക്സെപ്റ്റബിൾ ആണ്. അത് നമ്മളെടുത്ത് മാറ്റണം. എന്തിനു വേദന ഒരു പണി ഇച്ചിരി കൂടിയ പണി കൊടുത്താൽ അന്നേരം അവൻ സ്ട്രെസ് വിളിക്കുമോ? എനിക്ക് സ്ട്രെസ്സാണ്. സ്ട്രെസ് ഉള്ള ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമോ? മനേറെ കുഴപ്പമാവും. അല്ല, അങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുമോ? സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഇല്ലേ? പക്ഷെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആവേശിക. ഞാൻ പറഞ്ഞ ലോകത്തില് ഒരു സ്ത്രീക്ക് ഒരു കുട്ടിയെ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് സിമ്പിൾ ആയിട്ടുള്ള തലവേദന ഒരു തലവേദനയല്ല, അതൊരു വേദനയല്ല. കാരണം അവൾ ഒരു ഹ്യൂമൻ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടിയ വേദനയാണ് പ്രസവത്തിലൂടെ അനുഭവിക്കുന്നത്. പക്ഷെ മിക്കവാറും ആണുങ്ങൾക്ക് ഒരു ചെറിയ പനി വന്നാൽ അയ്യോ എന്ന്. കാരണം നമ്മുടെ ആണുങ്ങൾക്ക് പൊതുവെ വേദന എടുക്കാനാണ് നമ്മൾ റിലേറ്റീവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദിസ് ഈസ് എ റിലേറ്റീവ് ടെർമിനോളജി. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ട് സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യാൻ ഈസിയായിട്ട് സാധിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഹാർഡ്ഷിപ്സ്, നമ്മുടെ പേരൻസ് സഫർ ചെയ്യുന്നതും അവരുടെ ഹാർഡ് വർക്കും അവരുടെ സഫറിങ് നമ്മൾ കണ്ടാ വളരുന്നത്. അതായത് നമ്മൾ അട്ടപ്പാടിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളോട് കുടിയേറിയ ഫാമിലിയിൽ നിന്ന് കോട്ടയത്തു നിന്നോ അല്ലെങ്കിൽ പാലായിൽ നിന്നോ അവിടെ നിന്നുള്ള പെണ്ണുങ്ങൾക്ക് ഡബിൾ ഷിഫ്റ്റ് ചെയ്യാനോ ട്രിപ്പിൾ ഷിഫ്റ്റ് ചെയ്യാനോ ഒരു മടിയില്ലാത്തത് അവർ 10 പൈസയുടെ 5 പൈസയുടെ വില കണ്ടമാനം അറിഞ്ഞ അവർ വളർന്നത്. പക്ഷെ ഒരു അഫ്ലുവൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞ ഒരാൾക്ക് ബേസിക്കലി അവർക്ക് സഫറിങ് വരുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ല, നമുക്ക് ചില കാര്യങ്ങൾ ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വിചാരം. ഇപ്പം ഈ കഴിഞ്ഞ ചില മതപണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരുവേ. അവർ പറയുന്നത് പ്രസവം, നീ നേരത്തെ പ്രസവം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു, പ്രസവം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആന പ്രസവിക്കുമ്പോഴത്തേന് ആന ഇന്ന് വരെ ആശുപത്രി പോയി പ്രസവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുകയും. അപ്പം ഈ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പം കഷ്ടപ്പെട്ട് ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾക്ക് കഷ്ടപ്പെടാനുള്ള ത്വര അല്ലെങ്കിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ടെന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റുമോ? ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെസ് അല്ലേ, ഏത് ടൈപ്പ് എന്താണെന്നുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പൊ തയ്ച്ചിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു സാധനം എന്നെ അഫക്ട് ചെയ്യണം അങ്ങനെയാണ്. അപ്പൊ സ്ട്രെസ് ഒരു കാരണമാണ്. ഞാൻ പൈസക്കാരനായതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്ട്രെസ് ആവണം എന്നൊന്നും. മോഡേൺ വേൾഡില് സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു തള്ളരുത്. സ്ട്രെസ് ഉണ്ട്. കാരണം മോർഗേജ് സ്ട്രെസ് ഒരു പ്രധാന സ്ട്രെസ്സാണ്. ഇപ്പം വിദേശങ്ങളിൽ വന്നിരിക്കുന്ന പ്രവാസികളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൗസ് പ്രൈസ് ഇതുപോലെ കൂടി അവരുടെ ശമ്പളത്തിന്റെ ഒരു സിംഹഭാഗവും മോർഗേജ് അടയ്ക്കാനായിട്ടാണ്, ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലുള്ള ചെലവുകളും കൂടുകയാണ്. ഇപ്പം നമ്മൾ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ഇന്നലെ തന്നെ നമ്മൾ പോയ വീട്ടിൽ പുള്ളി പറയുന്നത് കേട്ടില്ലേ, എനിക്ക് 5 ബെഡ്റൂം ഉണ്ട്, അവിടുത്തെ പണിക്കാരൻ അത്ര സുഖമായിട്ട് രാജകീയമായിട്ടാണ് ജീവിക്കുന്നത്, ഇവിടെ ബാക്കിയുള്ള എല്ലാ പണിയും പുള്ളി തന്നെ ചെയ്താണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് ഉണ്ട് ഭയങ്കരമായി. ഈ സ്ട്രെസ് ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഈ സ്ട്രെസ് കൺസെപ്റ്റിലൂടെയാണ് നമുക്ക് രാവിലെ എണീറ്റ് പണിക്ക് പോകാനായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. നമുക്ക് ഈ മോർഗേജ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കാലത്ത് നമുക്കൊരു ചെറിയൊരു കൂരയുണ്ടെങ്കിൽ നമുക്കിവിടെ കവനൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. ഒരു സബർബിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് $1 million ആണെങ്കിൽ അല്ലെങ്കിൽ 500,000 ആണെങ്കിലും ആ കവനൻ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ
നമ്മുടെ ബാധ്യത കൂടുതലാണ്. ബാധ്യതയുള്ള ആളെ കൊണ്ട് ഇവിടെ രാവിലെ എണീറ്റ് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ പറയുന്നത് ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിക്ക് ലീവ് എടുക്കാൻ ബാങ്കുകാരനോട് ചോദിക്കണം. കാരണം നമുക്ക് ഒരു കാരണവശാലും സിക്ക് ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. പൈസ കിട്ടിയാലേ ഉള്ളൂ. മാസാവസാനം അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി അല്ലെങ്കിൽ വീക്ക്ലി ശമ്പളം വീട്ടിലേക്ക് കയ്യിലേക്ക് വന്നാലേ ഇത് അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട് മുഴുവൻ ബാങ്കുകാരന്റെ പേരിലല്ലേ പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പറഞ്ഞില്ലേ ഡബിൾ ഷിഫ്റ്റ് ട്രിപ്പിൾ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊന്നിട്ട് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്? അതൊരു പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാ. പക്ഷെ അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ ഡബിൾ ഷിഫ്റ്റും നമ്മളെ തന്നെ നോക്കാതെ അറിവില്ലായ്മയല്ല, നമ്മൾ എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ നോക്കുന്നുണ്ട്. മീൻസ് ഞാനെപ്പോഴും പറയാം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കമ്പാരിസൺ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട് ശീലിച്ചതാണ്. ഇന്നവന്റെ എഞ്ചിനീയർ ആയി ഡോക്ടർ, നമ്മളിപ്പോ അവരുടെ വീട് വലിയ വീടാണ്, അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്തുകൊണ്ടായിക്കൂടാ. അല്ലെങ്കിൽ അവനാണെങ്കിൽ പ്രാഡോ മേടിച്ചു, അല്ലെങ്കിൽ ബെൻസ് മേടിച്ചു. എല്ലാരും ഇപ്പം ബെൻസ് മേടിക്കുന്നു, അത് കഴിയുമ്പോൾ അടുത്ത സാധനം പുതിയത് വരുന്നു. അങ്ങനെ ആ ഒരു ട്രെൻഡുമായിട്ട് ഇങ്ങ് ഓടി ഓടി പോവാണ്. അപ്പൊ എന്റെ സംതൃപ്തി എന്ന് പറയുന്നത് വേറൊരാൾക്ക് നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട സന്തോഷവും സംതൃപ്തിയൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഈവൻ ട്രാവല് പോലും നമ്മൾ എവിടെ ഇപ്പൊ ചൈനയ്ക്ക് പോയി, അവർക്ക് ചൈനയ്ക്ക് പോയി, പിന്നെ നമുക്ക് എന്താ പോകാൻ പറ്റില്ല. നമുക്ക് പോവാം ചൈനയ്ക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അല്ലാതെ നമുക്ക് പോകേണ്ടിയിട്ടും ആയിരിക്കില്ല. പലപ്പോഴും എല്ലാരും പോകുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താ പൊയ്ക്കൂടെ. അല്ലെങ്കിൽ അവരെല്ലാരും പോയി, നമ്മൾ മാത്രം ഇവിടെ ഇരിക്കുക, അതൊരു വഴക്കിനും കാരണമാകും. നമ്മളെന്താ പോവാത്ത, നിങ്ങക്ക് പോകണ്ടേ. എനിക്ക് 50 വയസ്സാകുന്ന വരെ നമ്മൾ ടയോട്ട കൊറോളയും ഹോണ്ട ജാസും കൊണ്ട് ജീവിച്ച അനിതയുടെ ഒരു പുഷായിരുന്നു. ഏതൊക്കെയാലും 50 നമുക്കൊരു ബെൻസ് മേടിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ A to B ലോട്ട് പോകാനായിട്ട് റിലയബിൾ ആയിട്ടുള്ള വെഹിക്കിൾ എന്നുള്ളത് മാത്രമേ. That's a dying breed. What's the point? That's a dying breed, right? The battery died and I pay repairs so many times. ഒരു പ്രാവശ്യം മാത്രമല്ലേ ഹോണ്ടയ്ക്ക് ആ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ റിപ്പയർ ചെയ്തെടുത്ത്. പക്ഷെ അതിന്റെ ഈ സ്ലീക്ക്നെസ് കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം. ഈ വലിയ ഫ്രോഡ് ഇപ്പം നമ്മളുടെ ഓരോ ആൾക്കാരും അവരെ ഒരു സോഷ്യൽ സ്റ്റാറ്റസോ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടോ വലിയ 4-wheel ഡ്രൈവ്, നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മൾ ഇല്ലാത്ത ഒരു സാധനം, ഒരു ഫിസിക്കൽ ഒരു സാധനം. അത് അവിടുന്ന് ഇറങ്ങുമ്പോഴേ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 20% വാല്യൂ ഡിമിനിഷ് ആയി. ഓരോരുത്തരും നിങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഒരു വലിയൊരു കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹെൽത്ത് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വാല്യൂവിനെ പറ്റി മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊന്ന് സിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരോഗ്യം പോയാൽ എല്ലാം പോയി. ആരോഗ്യമുള്ള നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലുള്ള ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവില്ല. നിങ്ങൾ 21 വർഷമായിട്ട് ഞാൻ ഡിമെൻഷ്യയെ കാണുന്നതാണ്. അവിടെ കണ്ട ഒരു പാഠം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും 1600 പൗണ്ട് ഞങ്ങൾക്ക് തരുന്ന പേഷ്യൻസ് ഉണ്ട്. വീക്ക് 1600 ഞങ്ങള് അവരുടെ റെന്റും കെയറുമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ട്. അവർ ഇതുപോലെ മൾട്ടിമേറ്റ് സേവ് ചെയ്ത് പൈസ ഉണ്ടാക്കി വെച്ചവരാണ്. ആർക്ക് വേണ്ടിയിട്ടാ? ഗവൺമെന്റിന് വേണ്ടിയിട്ട്. അവർ അന്ന് നടന്ന. പക്ഷെ ഇന്നവർക്ക് എന്താ ഉള്ളത്? ഞങ്ങൾ കൊടുത്താൽ ഒരു കാപ്പി കുടിക്കും, ഞങ്ങൾ കൊടുത്താൽ ഒരു ഫുഡ് കഴിക്കും. എനിക്കൊരു കാപ്പി വേണം, അല്ലെ എനിക്കൊരു കാപ്പി ഉണ്ടാക്കണം എന്ന് പറയാൻ അവർക്ക് അറിയില്ല. അപ്പം നമ്മൾ തന്നെ അറിയുക, നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാനാണ് എല്ലാ മനുഷ്യനും ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ള നമ്മൾ ആഡംബരം വേണമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേണ്ടത് അറിയാം ഹെൽത്താണ്. അപ്പൊ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെസ് റിലീവ് ചെയ്യുക, സ്ട്രെസ് റിലീവിങ് മെക്കാനിസം. സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം പറയത്തില്ലേ, ചിലർക്ക് കുക്കിംഗ് ഒരു പിന്നെ ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് കുക്ക് ചെയ്ത് കൂട്ടി വെക്കും. ചിലർ ക്ലീനിങ് ഫ്രീക്ക് ആയിരിക്കും. സ്ട്രെസ് വരുമ്പോൾ അത് ചെയ്യട്ടെ അവര്, കാരണം അവരുടെ സ്ട്രെസ് അതിൽ നിന്ന് റിലീവ് ആകട്ടെ. ചിലർക്ക് അത് പറഞ്ഞു തീർക്കണം. വേറൊരു കാര്യമുണ്ട്, ചിലർ TV കണ്ടോണ്ടിരിക്കുമ്പോൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിട്ട് ചിപ്സിങ് ചുമ്മാ കഴിച്ചോണ്ടിരിക്കും. ആ ഹാബിറ്റ് അല്ല നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ എത്ര പൂന്തോട്ടം, ഇതുപോലെ ഒരു വീടിന്റെ ബാക്ക്യാർഡിൽ, നമ്മൾ ശിവശേഷിയുടെ വീടിന്റെ ബാക്ക്യാർഡിൽ ഇരുന്നാണ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഇവിടെ വന്നു. നമ്മൾ കൂടുതൽ സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാ അല്ലേ.
പലതര വർണ്ണങ്ങളുള്ള എന്തുതരം പൂക്കളാണ്, ഒരു കുറേ എഫേർട്ട് ഇതിൻ്റെ പുറകിൽ എന്തുതരം എഫേർട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോഴത്തേന് നമുക്കൊരു മനസ്സിന് എന്തൊരു സുഖം. അപ്പം അത് സ്ട്രെസ് റിലീവിങ് കളറ്, ആ, സ്മെല്ല്, അതുപോലെ തന്നെ ഒരു ഗ്രോത്ത്, ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമുക്ക് സ്ട്രെസ്സിനെ പറ്റി ചിന്തിക്കത്തില്ല, അയ്യോ ആ ചെടി വളർന്നോ, അതിന്റെ പൂ ഉണ്ടായോ. നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യണം. നമ്മളിൽ ആർക്കാ സ്ട്രെസ് ഇല്ല? നമ്മളിരിക്കുന്ന 5 പേർക്കും കൊച്ചിനെ നീക്കി നമുക്ക് 4 പേർക്ക് സ്ട്രെസ് ഉള്ളവരാണ്. അല്ല, അവന് സ്ട്രെസ് ഉണ്ട്, അവന് പഠിക്കാനുള്ള സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഇല്ലേ, ശരി. അതുപോലെ സിബിയുടെ എനിക്കൊന്ന് സ്ട്രെസ് റിലീവ് കുക്കിംഗ് ആണോ അതിന്റെ ഒരു അത് ഒരുപാട് ഒരു പാഷനാണ്. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല അല്ലേ, നമ്മൾ അടുത്ത അതിന് എന്തിടണം, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ പിന്നെ മറന്നു പോകില്ല ബാക്കിയുള്ള കാര്യം. പക്ഷെ ഇവിടെ പ്രാർത്ഥിച്ച് സ്ട്രെസ് മാറ്റുന്ന കുറെ പേരുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാം, നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ചെയ്യണം. കാരണം നമുക്ക് ഇതെല്ലാം ഓരോ ഹോർമോണും ഓരോ എൻസൈംസും ആണ്. നമ്മൾ ആക്റ്റീവ് ആകുമ്പം നമ്മുടെ ചില ഹോർമോൺസ് നന്നായി വർക്ക് ചെയ്യും. നമുക്ക് ഹാപ്പി എൻഡിങ് വരണം, ഒരു ഹാപ്പി എൻഡിങ്, അതാണ് ഒരു ആവശ്യമാണ്. ഈ ഹോർമോൺ നമുക്ക് വരും, നമ്മൾ പറയത്തില്ലേ, നമുക്കതിന് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ എന്നാ സ്ട്രെസ് ഉണ്ട്, എല്ലാ ഗാർഡനിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഹാപ്പി ആണല്ലോ, ആ പൂ ഉണ്ടായില്ലത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആകും, ആ ഒരു വേടില് തങ്ങേണ്ട കാര്യമില്ല. പക്ഷെ സ്ട്രെസ് അളിയെ കളിയാക്കിയത് പോലെ അളി എന്തായാലും ചിരിച്ചായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അളിയെ പറഞ്ഞ് നീ അത് ആസ്വദിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. അതെ, എന്റെ ഒരു ക്ലയന്റ്, പുള്ളിയുടെ ഭാര്യ ഫിലിപ്പിനോയാ. പുള്ളിക്കാരന്റെ കോഫി ഷോപ്പിന്റെ പേര് ഓർഗാസ്മിക് കോഫി ഷോപ്പ്. അല്ല, എല്ലാത്തിന്റെ ഓരോ തിരിച്ച് നമ്മൾ തിരിച്ചു വന്ന സ്ട്രെസ് ഒരു കാരണം അല്ല. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും കൊണ്ടും ഞാൻ ഇന്നാളെ കഴിഞ്ഞതിൽ പറഞ്ഞതാ, എല്ലാ മനുഷ്യരും ഗാർഡനേഴ്സായി. എൻ്റെ കൂടെ ഒരു ഫിലിപ്പീനിയൻ ജോലി ചെയ്യുന്നുണ്ട്. അവള് ഭയങ്കര ഈ അടിപൊളി പാർട്ടിക്ക് പോക്കും കാര്യങ്ങളൊക്കെ. അപ്പം അവളോട് ഞാൻ നിനക്കൊരു ഒരു പരിപാടി ചെയ്യാം, ഞാൻ ഗാർഡൻ ഇത് വാങ്ങിക്കുന്നുണ്ട്, നിനക്ക് പൾപ്സ് വേണോ, നമുക്ക് ഗ്രൂപ്പായിട്ട് വാങ്ങിക്കാം. 10 വാങ്ങിച്ച്. കഴിഞ്ഞ വർഷം അവളുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ് അങ്ങനെ. ഈ വർഷം പുള്ളിക്കാരുടെ സിസ്റ്റർ സഡനായിട്ട് മരിച്ചു. അപ്പോൾ പുള്ളിക്കാർക്ക് ഗാർഡൻ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു നിങ്ങളുടെ മുറിയിൽ നിന്ന്. അവൾ അത് കെട്ടിയവനെയും കൂട്ടി ഗാർഡൻ സെന്ററിൽ പോയിട്ട് പൂക്കളുള്ള കുറെ ചെടികൾ ഐ ഓൾസോ ബോട്ട് പ്ലാന്റ്സ് ബിക്കോസ് നൺ ഓഫ് മൈ പ്ലാന്റ്സ് ഈസ് ഗിവിംഗ് ദ ഫ്ലവേഴ്സ്. അപ്പൊ അത് ഒരാൾക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അവരുടെ വേറെ ഒരു രീതിയിലുള്ള ബിഹേവിയർ, ഇതൊരു എൻഗേജ്മെന്റ്, നമുക്ക് കമ്മിറ്റ്മെന്റ് ആണ്. നമുക്കൊക്കെ നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന എപ്പോഴാണ് നമ്മൾ ചുമ്മാ ഉത്തേജിച്ച് അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ. നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് എല്ലാം ചെയ്യാനൊന്നും പറ്റിയല്ലോ. പണ്ടത്തെ കാർന്നവന്മാർക്ക് സ്ട്രെസ് കുറവായിരുന്നു, അവർക്ക് ഫിസിക്കൽ വർക്ക് ഉണ്ടായിരുന്നു. നമ്മളുടെ ഇന്ന് ഫിസിക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ബ്രെയിനിലാണ് നമ്മുടെ എല്ലാ ജോലികളിലും. അതിപ്പം ക്ലീനിങ് ജോബ് മുതൽ കൺസൾട്ടന്റ് ജോബ് വരെ സ്ട്രെസ്സുള്ള ജോബാണ്. കാരണം നമ്മുടെ പൊക്കത്തിൽ വേറൊരാളുണ്ട്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ തന്നെയാണല്ലോ ബോസ്. അപ്പം ഈ കിട്ടിയ ഒരു പ്രഷർ എനിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് സ്ട്രെസ് ഇല്ല. റിലേറ്റീവ്ലി സ്ട്രെസ് വളരെ ക്ലയന്റ് ഉള്ളത് കൊണ്ടാണ്. ക്ലയന്റ് ഇല്ലെങ്കിൽ സ്ട്രെസ്സാണ്. ഇല്ല, ക്ലയന്റ് വരും. ഈ ക്ലയന്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിബിച്ചേച്ചി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ, സിബിച്ചേച്ചി ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഗാർഡനിൽ വണ്ടർഫുൾ ആയിട്ടുള്ള വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഗാർഡനിലോട്ട് എന്തുകൊണ്ടാണ് മറ്റേ അണ്ണാറക്കണ്ണം വരുന്നുണ്ട്, ഹണിബി വരുന്നുണ്ട്, ബംബിൾ ബി വരുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഹണി ഇവിടെ ഉള്ളത് കൊണ്ട് അവരെ തേടി വരും. അതേപോലെയാണ് ഒരു സർവീസ്. സമൂഹത്തിന് ആവശ്യമുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ട് കെയർ കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആൾക്കാർ വന്നോളും, അറിഞ്ഞും കേട്ടും വന്നോളും. അങ്ങനെ കിട്ടുന്നുണ്ട്. അല്ലാതെ മറ്റേ ചെടികൾ കൂടെ കിട്ടിക്കോട്ടെ. അതെ, തീർച്ചയായിട്ടും കിട്ടുമല്ലോ. അപ്പം ഞാൻ ഒന്ന് സ്ട്രെസ്സിന്റെ ഫാക്ടർ നമ്മൾ
കൈകാര്യം ചെയ്തു. ഇനി വേറെ ഒരെണ്ണെന്ന് പറഞ്ഞാൽ മനസ്സിനെ എൻഗേജ് ആകുക, നേരത്തെ പറഞ്ഞത് അല്ലേ? മനസ്സിനെ എൻഗേജ് ആക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ആവശ്യമാണ്. ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കണം. ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കണം. അത് നമുക്ക് അത് ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് എന്താണെന്നറിയാമോ, നിങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത്? സ്ട്രെസ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ ചിന്തിച്ച് ടെൻഷൻ എടുത്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഞാനിപ്പോ അതുകൊണ്ട് ട്രംപ് എന്നാ പറയുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ ലീസ്റ്റ് ബോധേടാം. ട്രംപിനെ പറ്റി പറയാതിരിക്കാം. അല്ലെ, ഞങ്ങൾ കൂടുതൽ പറയാം, ഞങ്ങൾ ലോസ് ഏഞ്ചൽസ് വഴി പോകാനുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ചെക്കിംഗ് ഉണ്ട്. സോഷ്യൽ മീഡിയ അവിടെ നമുക്ക് ഓസ്ട്രേലിയക്കാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അത് ഇവിടെ ET എന്ന് പറയുന്നത്, ഇവിടെ UK വരുമ്പോൾ ഓസ്ട്രേലിയക്കാർക്ക് ETA, അമേരിക്കയിൽ പോകുമ്പോൾ ESTA. അതിനെ ഫോം ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റുകൾ, സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ HR ചെയ്യുന്ന പോലെ ഒരു കൊച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ സോഷ്യൽ മീഡിയ കയറി നോക്കും. ഇവന്റെ പേഴ്സണാലിറ്റി എന്നാണ്, ഇവന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ഇവന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇവന്റെ ബിഹേവിയറൽ പാറ്റേൺ എന്താണ്. അപ്പൊ അവനെ പറ്റിയൊരു പഠനം നടത്താനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകളും സഹായിക്കും. എന്ന് പറഞ്ഞതുപോലെ അമേരിക്കക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കും. അപ്പൊ ട്രംപിനെ പറ്റി അധികം സംസാരിക്കേണ്ട, അങ്ങാനും ലോസ് ആഞ്ചലസിൽ കയറണമെന്ന് പറഞ്ഞു കാരണം പുള്ളിയെ പറ്റി നല്ലത് പറയാനായിട്ട് ഇല്ലല്ലോ. ഇല്ല, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ സുവിശേഷി പറഞ്ഞു വന്ന വേറൊരു പോയിന്റ്, ഈ മനസ്സിന്റെ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ പല നല്ല ആൾക്കാരെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലുണ്ടല്ലോ, പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ബ്രെയിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തീർത്തു കേട്ടോ. ട്രംപിനെ പറ്റി പറഞ്ഞപ്പോഴത്തേന് ആ മനുഷ്യനോട് ഈ പാച്ചുബാബയ്ക്ക് ഇവന് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചോദിച്ചു നോക്കി, ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇരിക്കുക, വേൾഡ് കപ്പിൽ റെഡ് കാർഡ് കിട്ടിയവന്റെ റെഡ് കാർഡ് മാറ്റാനായിട്ട് ഫിഫയോട് പറഞ്ഞ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ അത് അധമന്നല്ലാതെ എന്ത് പറയാനാ മനുഷ്യനെ? അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്നുള്ളതല്ല, അമേരിക്കക്കാര് നാണം കൊണ്ട് തല താഴ്ത്തണം. പലരും അങ്ങനെ ഡെഫിനറ്റ്ലി അമേരിക്കക്കാർക്ക് കുറ്റബോധം ഉണ്ട്. ഞാൻ അമേരിക്കയെ കാണാറില്ല. അവിടെയൊക്കെ തന്നെ ദേ ഫീൽ സാഡ്. അവരിങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അല്ല, പെണ്ണ് കേസിന് $6 ബില്യൺ മറ്റേ കൊടുക്കേണ്ടി വന്ന ഗതികേടുള്ള ഒരാളെ പ്രസിഡന്റ് ആക്കി വെച്ചോണ്ട് അവന്റെ അപ്പനും ബ്രോത്തലല്ല നടത്തിക്കൊണ്ടിരുന്നത്, റിയൽ എസ്റ്റേറ്റും ബ്രോത്തലും. അതുകൊണ്ട് ട്രംപിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരു സ്ട്രെസ് റിലീവിംഗ് ഫാക്ടറും കൂടിയായിരുന്നു. ആഘോഷമായിട്ടാണ് അതിനെ കുറിച്ച് എത്ര ഇൻവോൾവ് ആയിട്ട് സ്ട്രെസ് റിലീവിംഗ് അല്ല, എനിക്ക് സ്ട്രെസ് വരുവാണ്. അവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്ട്രെസ് വരികയാണ്. ഇത്രയും നേരം നിങ്ങൾ എത്ര സന്തോഷമായിട്ടാണ്. I couldn't see any stress in you. അല്ല, സന്തോഷമായിട്ടല്ലത്. ആ വേൾഡിലെ എക്കണോമിക് സിറ്റുവേഷൻ ആ മനുഷ്യൻ എന്ത് മോശമായില്ല. അപ്പൊ പൊളിറ്റിക്കൽ സറ്റയർ എങ്ങനെയാ? കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ പറ്റി എന്തുപേരും ജോക്കാ വരുന്നത്. വിഡ്ഢിത്തങ്ങളെ രാഷ്ട്രീയക്കാര് കാണിക്കുന്ന വിഡ്ഢിത്തങ്ങളും മതമരതീശന്മാര് കാണിക്കുന്ന വിഡ്ഢിത്തങ്ങളും അപ്പൊ അതൊരു സറ്റയർ ആക്കാൻ വേണം പറ്റും. അതിനെ നമുക്ക് ടോക്സിക് ആക്കാനും പറ്റും, അതിനെ ഒരു സറ്റയർ ആക്കാനും പറ്റും. ഇപ്പൊ മറ്റേ പുള്ളിനെ കുറിച്ച് കാണാൻ എന്താണ്, ട്രംപിനെ കുറിച്ച് കാണാൻ അങ്ങനത്തെ ഒരു സാധനം വന്നാലും പുള്ളി അപ്പോഴും അവന്റെ നോക്കിയിട്ട് അവൻ ഇവിടെ അമേരിക്കയിലാണെങ്കിൽ അവന്റെ വിസ അപ്പൊ ക്യാൻസൽ ചെയ്ത് ഗോ ബാക്ക് ടു കൺട്രി എന്ന് പറഞ്ഞാല്. അല്ല, ഞാൻ പറഞ്ഞു വന്നറിയാം, നമുക്ക് എല്ലാവർക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളും ചിലപ്പം ഗ്രഡ്ജസും മറ്റുള്ളവരോട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളെ തന്നെ കൊല്ലുന്ന നമ്മുടെ പാസ്റ്റിനെ ചകഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ ശവക്കുഴിയാക്കുക. ആ മനസ്സിനെ നമ്മൾ പ്ലസന്റ് ആയിട്ടൊരു ഗാർഡൻ ആക്കി മാറ്റിക്കേ. അപ്പം നല്ല ഗ്രോത്തുകൾ ഉണ്ടാവും. അമ്മായി പറഞ്ഞത് dead yesterday, unborn tomorrow. Why fret about it if today be sweet? ഒന്നുകൂടെ പറഞ്ഞേ ഇത് ആര് പറഞ്ഞതാണെന്ന് കൂടി പറയണം. Dead yesterday, ഇന്നലെ മരിച്ചുപോയി. ഇന്നലെ ഇല്ല, മരിച്ചുപോയി. Dead yesterday, unborn tomorrow. നാളെ ഉണ്ടായിട്ടില്ല ഇതുവരെ. Dead yesterday, unborn tomorrow. Why fret about it if today be sweet? അതിനെപ്പറ്റി എന്തിന് നമ്മള് പരിതപിക്കണം, അതിനെപ്പറ്റി എന്തിന് നമ്മൾ ആകുലപ്പെടണം? വൈ ഫ്രെറ്റ് അബൌട്ട് ഇറ്റ് ഇഫ് ടുഡേ ബി സ്വീറ്റ്? ഇന്ന് നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിപ്പോ സോളമന്റെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെയാണല്ലോ,
ആകാശത്തിലെ പറവകളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല, എന്തെങ്കിലും സ്വർഗ്ഗസ്നായ പിതാവ് അവരെ അല്ല പരിപാലിക്കുന്നു. ഇതിപ്പം ഇറാൻ വാർ നടക്കുവാണ്. ഇറാൻ വാർ നടക്കുകയാണ്. അത് ഇത് ആരാ എഴുതിയെന്ന് പാച്ചുവാവ കണ്ടുപിടിക്കണം. ഓമർ ഖയാം ആണോ റൂമിയാണോ എന്ന് നിനക്ക് നിന്റെ സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ നീ ഇപ്പം എയുടെ കാലല്ലേ എയോടൊന്ന് ചോദിച്ചു ഇത് ആരാ എഴുതിയത്. നമുക്ക് കണ്ടുപിടിച്ചോളൂ. Right now, you can find out. ഞാൻ പറഞ്ഞു So, what is this word? ഒന്നുകൂടെ പറഞ്ഞേ. quote Dead yesterday, unborn tomorrow, fret about it if today be sweet. അതൊന്ന് വെച്ച് പക്ഷേ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകൾ മരിച്ചു, നാളുകൾ ജനിച്ചിട്ടില്ല, ഇന്ന് നമ്മൾ ജീവിക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് നമ്മൾ എന്തിനു ആഗ്രഹപ്പെടണം? കഴിഞ്ഞു പോയതിനെ പറ്റിയും വരാനിരിക്കുന്നതിനെ പറ്റി. why fret about it if today be sweet? ഇന്ന് സുഖകരമാണെങ്കിൽ, ഇന്ന് സന്തോഷകരമാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എന്തിനു പരിതപിക്കണം? സന്തോഷം അല്ലെങ്കിൽ പോലും നമ്മൾ ഇന്നലകളെ പറ്റി പറഞ്ഞ് വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇന്ന് സന്തോഷമാക്കാൻ നോക്കണം. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ ഈ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ കല്ലറയിലുള്ള നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നല്ല അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ എഴുതുമ്പോൾ അതിലൊരു ജോൺ മാത്യു എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു വ്യക്തി ഒരിക്കലൊരു കമൻ്റ് ഇട്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഹേർട്ടിങ് ആയിട്ടുള്ള അപ്ബ്രിങ്ങിങ്ങിൽ ഈ ചെറുപ്പത്തിൽ അങ്ങനെ വെസ്റ്റേൺ വേൾഡിൽ കണ്ടമാനം പേർക്ക് ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലീസിന് ചെറുപ്പത്തിലെ തന്നെ വളരെ വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ ഉപയോഗിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരെ ആ അണ്ടിൽ ദേ ഡൈ അതവിടെ കിടക്കുവോ? റൂട്ടിൽ നിന്ന് എടുത്ത് കളയാതെ അത് മാറത്തില്ല. ചൈൽഡിന്റെ പാസ്റ്റ് അങ്ങനെയുള്ള ഒരു സൈക്കാട്രിയിലെ പേഷ്യന്റ് കൂടുതലും അങ്ങനെയാണ്. സൈക്കാട്രിക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത ആളല്ലേ സൈക്കാട്രിക്? അങ്ങനെയല്ല, അവരുടെ എപ്പോഴും കൂടുതലും ആ ഒരു ട്രോമയായിരിക്കുമ്പോഴത്തുള്ള ട്രോമാസിലെ ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിൽ കൂടെ പോകുന്ന അവരെല്ലാവരും കുറച്ച് വലുതാകുമ്പം ഡ്രഗ്സ് യൂസ് ചെയ്യും. പിന്നെ അവരൊരു എന്താണ് സൈക്കോട്ടിക് അങ്ങനെ അവർ they were not able to get out of it. ആ ഒരു ഇതിലാണ് പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ലക്കിയാ. അതെ we were lucky to be born in families where we are taken care of, we are happy environment, happy എല്ലാ രീതിയിലും സന്തോഷങ്ങൾ നിറഞ്ഞൊരു വീട്. ഇന്നത്തെ ഡെവലപ്ഡ് രാജ്യങ്ങൾ പോലും ഗവൺമെന്റുകൾ പോലും ഈ നല്ല കുടുംബങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള എന്താ വർക്ക് ചെയ്യുന്നത്? കാരണം ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നതിന് മുമ്പാട് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടാണ് വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നത്. നമ്മളെ അറേഞ്ച്ഡ് മാരേജിന്റെ അത് പോലും എന്തുപോലും പോരായ്മകളുണ്ട്. ഇന്നത്തെ പിള്ളേര് അവര് കണ്ടും കേട്ടു മനസ്സിലാക്കി 5-8 വർഷം അവരാളെ മനസ്സിലാക്കിയ ശേഷമല്ലേ കല്യാണം. അതാ ഭേദം ഒരു പരിധി വരെ ഈ അറേഞ്ച്ഡ് മാരേജിനേക്കാളും ഭേദം. അല്ല, അങ്ങനെ വെസ്റ്റേൺ വേൾഡിൽ അതാണല്ലോ ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരില്ലേ? അല്ല പിന്നെ എത്ര വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ച് കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഡിവോഴ്സ് ആവുന്നവരില്ലേ? അപ്പൊ എല്ലാത്തിനും ഒരു ബാലൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ. മാരേജ് ആണെങ്കിൽ നമ്മളിപ്പോ വേറെ ആരെയും പിന്നെ ഇത് ചെയ്യാനായിട്ടില്ല. നിങ്ങൾ കാരണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് മൈ ചോയ്സ്. അപ്പൊ ഞാൻ either I'll get divorced or I'll stay put up with that. അതേസമയം പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ കാരണവന്മാരെ കുറ്റം പറയാം. പിന്നെ കാരണവന്മാരും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും, ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ എന്താ പറ്റിയത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര അന്വേഷിച്ചിട്ട് ഒന്നും അറിഞ്ഞില്ലല്ലോ അതെന്നാ പറ്റിയത് എന്നുള്ള. അതുകൊണ്ടാണ് കുറച്ച് നാളും കൂടെ അവര് ചിലപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. അല്ല, പക്ഷെ ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ അറേഞ്ച് മാരേജ് ആണ്. ഇന്നും ഇന്ത്യയിൽ ഒത്തിരി ബഹുഭൂരിപക്ഷവും അറേഞ്ച് മാരേജിലേക്കാണ്. പക്ഷെ ലവ് മാരേജ് വളരെ അതിന്റെ പെർസെന്റേജ് കൂടിക്കൊണ്ട് വരും. അല്ല, അതിനേക്കാളും ലവ് മാരേജിനേക്കാളും നൗ യു ഗെറ്റ് ടു നോ പീപ്പിൾ. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു പണ്ടൊക്കെ ഇപ്പം ഈ ആഴ്ച ഞായറാഴ്ച പെണ്ണ് കാണാൻ വന്നു, ബുധനാഴ്ച ഒത്തുകല്യാണം, അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച കല്യാണം എന്നായിരുന്നു അല്ലേ? ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നു കഴിയുമ്പോ അവധിക്കാലം കെട്ടിച്ചു വിടും. ഈ അവധിക്ക് അവളെ കെട്ടിച്ചു വിടണം, ഈ അവധിക്ക് അവനെ കെട്ടിച്ചു വിടണം എന്നുള്ളൊരു അല്ല. ഇപ്പൊ ഉള്ള പിള്ളേർ അങ്ങനെയല്ല. കണ്ട് വർത്താനം പറഞ്ഞു 2 ആഴ്ച 3 ആഴ്ച 1 മാസം 2 മാസം 1 വർഷം വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡിസൈഡ്. ഇപ്പൊ അവസാനം വരുമ്പോ അവർക്ക്
വേണ്ടാന്ന് തോന്നി അവര് പറയുന്നോ എനിക്ക് വേണ്ട. പക്ഷെ നമ്മുടെ പിള്ളേരൊന്നും വിദേശത്ത് ജീവിച്ച പിള്ളേരൊന്നും അങ്ങനെ അല്ലല്ലോ. അവര് അറേഞ്ച് മാരേജ് അല്ല, അവര് ലവ് മാരേജ് ആണ്. അവരൊരു ആളെ കണ്ടു, യൂണിവേഴ്സിറ്റി വെച്ച് കണ്ടു, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ പലരുമായിട്ട് ആ ഒരു ലവ് അഫെയർ, ചിലതൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം 5 വർഷം, ഒരു സ്റ്റേജിൽ അവർ ഇന്നയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് കുറെ നാൾ അവരുമായിട്ടുള്ള സഹജീവനത്തിന് ശേഷമാണ് വിവാഹത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ കണ്ടെത്തുന്നു. അതാണ് ഏറ്റവും നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ളതൊരു അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കുറുമുള്ളൂരത്തെ അമ്മച്ചിയുടെ ആള് കുഞ്ഞിച്ചാച്ചൻ, പുള്ളി അറേഞ്ച് മാരേജ് ആണ്, സൂസ്യമായ കാര്യം. എത്രയോ വർഷങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് അവർ സെപ്പറേറ്റ് ആവുന്നത്. അതും 75 വർഷം വയസ്സ് കഴിഞ്ഞപ്പോൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാഡാണ്. നമ്മൾ ആ സമയത്ത് നമ്മൾ കെയർ ആവശ്യമാണ്. നമ്മളവിടെ വേണ്ടത് ഒരു കമ്പാനിയൻഷിപ്പാണ്. അവിടെ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നും അല്ല. അതിനെ എനിക്കൊരു വേറെ ഒരു ആംഗിൾ ഉണ്ട്. അവർക്ക് ഡൈവേഴ്സ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് വന്ന് നമ്മളെക്കാളൊക്കെ എത്രയോ സീനിയറാ, അവർക്ക് ഡൈവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചല്ലോ. അപ്പൊ വളരെ ഹെൽത്തി ആയിട്ട് ഡൈവേഴ്സിൽ നിന്ന് നമ്മൾ കമ്പാറ്റബിൾ അല്ലാത്ത ഒരു വിവാഹ ജീവിതത്തില് സഹിച്ച് അങ്ങനെ ജീവിക്കേണ്ട കാര്യം ഇല്ലെന്നാ ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ആ 2 പാർട്ട്നേഴ്സിന് മുന്നോട്ട് പോകാൻ പറ്റിയ ബെറ്റർ രണ്ടുപേരും സ്നേഹത്തോടുകൂടി പരസ്പരം പിരിയുക. നമ്മളെല്ലാരും ക്രിസ്ത്യൻ പള്ളികളിൽ വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും എനിക്കിപ്പം തോന്നുന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പല കോൺട്രാക്ട് പോലെ ഒരു കോൺട്രാക്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. പലരും ക്രിസ്ത്യാനി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളിവിടെ ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പറയും ഇറ്റ് ഈസ് എ കവനന്റ് എന്നൊക്കെ പറയും. പക്ഷേ കോൺട്രാക്ട് അതിന് മ്യൂച്വൽ പാർട്ടി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ശരിയാവണ്ണം ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ബന്ധം പിരിയുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. ഇതിനകത്ത് ഒരു കാര്യം ഇല്ലെന്നറിയാം. ഇപ്പൊ മലയാളികൾ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വളരെ ഒത്തിരി സുഹൃത്തുക്കളുമായിട്ട് പല രീതിയിലുള്ള ഇന്ററാക്ഷനിൽ അവരിൽ മനസ്സിലാക്കാൻ, അവർ ഡൈവേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അവർ എന്തെങ്കിലും കണ്ടുപിട്ട് പരസ്പരം കത്തുകൊണ്ട് കുത്തിക്കൊല്ലത്തക്ക രീതിയിൽ വൈരാഗ്യത്തോടുകൂടിയാണ് മലയാളി വിവാഹബന്ധം വേർപെടുത്തുന്നത്. വേറെ എന്റെ ഓഫീസ് അറ്റ്ലീസ്റ്റ് ആ മനുഷ്യനെ കുറിച്ച് ഒരു ആ മനുഷ്യൻ മോശക്കാരനാണെങ്കിൽ ആണോ അല്ലയോ നമുക്കറിയില്ലെങ്കിൽ പോലും ഇല്ലേ അവര് മോശമായിട്ട് പറയും. സത്യമായിട്ട് അങ്ങനെയല്ല. അപ്പൊ രണ്ടുപേരും മേക്ക് ഷുവർ ദാറ്റ് മറ്റേ പുള്ളിക്കാരൻ വേറെ ഒരുത്തിനെ കെട്ടൂല എന്നും ഇവള് വേറൊരാളിനെ കല്യാണം കഴിക്കില്ല എന്ന് ദിൽ മേക്ക് ഷുവർ ദാറ്റ്. ഞാൻ വെസ്റ്റേൺ കൂടിയാണല്ലോ കൂടുതലും എന്റെ കൊളീഗ്സ് വരെ. ഒരു തന്നെ കുറെ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഞങ്ങൾ ഈ വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ചുമ്മാ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഡൈവേഴ്സ്ഡ് ആണ്. അപ്പം അവൻ പറഞ്ഞു I married again, I found another friend, my childhood sweetheart, so I found her after so many years, I married to her, but few months ago I went to so and so place, I saw my ex. We had a one night stand, അവര് വളരെ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ആ രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ സോറി പക്ഷെ അയക്ക് പറയാനുള്ള ഒരു മനസ്സ് വന്നതുകൊണ്ട് ഈ ഓപ്പൺലി സേ. മലയാളി ഇപ്പൊ അങ്ങനെ ചെയ്താലും he would never say that openly. മോശക്കാരനാണല്ലോ എന്നൊരു ചിന്ത ബാക്കിയുള്ളൊരു ചിന്തിക്കുക. അപ്പം ചാച്ചേട്ടയോട് പറഞ്ഞ ചാച്ചേട്ട ഇപ്പൊ എന്നെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നവരായിട്ടുള്ളത് കൊണ്ടാണ് മലയാളി പറയാത്തത്. അല്ലെങ്കിൽ ഈ മലയാളികൾ നമ്മളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ് പുള്ളിക്കാരത്തി ഡിവോഴ്സായി, പുള്ളിക്കാരത്തി ഏതോ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയാം, ചേച്ചി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ചേച്ചി, ഇവിടെ എത്ര ഹാപ്പി ആയിട്ട് വളരെ ലവിങ് ഫാമിലിയിൽ വളരെ നമ്മളെപ്പോഴും നോക്കി കാണുന്ന പോലെ നല്ല ഫാമിലി ആണല്ലോ എന്ന് വിചാരിക്കുന്നു. പല ചേട്ടന്മാരും ചേച്ചി ഫോട്ടോ
പേര് മാറ്റി ചേട്ടന്മാരെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി അവള് ചേച്ചി. ഞങ്ങളോട് പറയാ ഒരു സത്യം, ഡെന്റിസ്റ്റിന്റെ മലയാളി അല്ല ഡെന്റിസ്റ്റിന്റെ ഇത് ഭർത്താവ് പറയരുത്. ഏയ്, അവള് ചേട്ടാ, പറയുക ഇത് ചെയ്തത് ഇതിടല്ലോ. ഇല്ല. അവള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അല്ല പുള്ളി ഫോട്ടോ ഇടേണ്ട കാര്യമില്ലല്ലോ, അല്ല, ഇടും. ഐഡന്റിറ്റി എല്ലാവരും മറച്ചു വെക്കാലോ. ആ, ഫോട്ടോ ഇടും, ഫോട്ടോ ഇടും. അവള് വേറെ ഏതാണ്ട് ഒരു മറ്റേ ഇതിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഏതോ പുള്ളിക്കാരി- ഗ്രീക്കുകാരൻ ചെറുപ്പക്കാരൻ അങ്ങനെയല്ല, പുള്ളിക്കാരത്തിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എന്താണ് ചാറ്റ് റൂമോ? അല്ല, ഡേറ്റിംഗ് ആപ്പിലെ റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്നാണ് പോലും. അങ്ങനെയുണ്ടോ? ലെഫ്റ്റിലോട്ട് വെച്ചാലാണെങ്കിൽ നോ, അങ്ങനെയാണ്. ഇതെല്ലാം ചെവി പൊത്തിക്കോട്ടെ ചെവി പൊത്തിക്കോ. അവള് ഒരു ചെറുക്കനെ കണ്ടപ്പോ വിചാരിച്ചു അവൾക്ക് 34-35 ഇയേഴ്സ് ആയി. അവൾ ചെറിയ ചെറുക്കനാണ്. ഓക്കെ, Divorced ഇത് ആണോ? വേണ്ട, Divorced ഡിവോഴ്സ്ഡ് ആണ്. അതെ. 2 പിള്ളേരുണ്ട്. കുഞ്ഞായിരുന്നപ്പം ലവ് മാരേജ് ആയിരുന്നു, ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്. അപ്പൊ ഡിവോഴ്സ്. അപ്പം പുള്ളിക്കാരത്തി റൈറ്റ് സ്വൈപ്പ് ചെയ്ത്, പുള്ളിക്കാരത്തിക്ക് അറിയില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പുള്ളിക്കാരത്തി ഒരു ഫോൺ നമ്പർ അങ്ങനെ അതാണ്ട് കോണ്ടാക്ട് വന്ന് അവസാനം അവർ രണ്ടുപേരും ഫേസ് കണ്ടേ. അപ്പൊ ചെറുക്കൻ പറഞ്ഞു, ചേച്ചി ഇത് അല്ല, ചേച്ചി എന്നല്ല, അത് നിനക്കുള്ള സ്ഥലമല്ല. പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തിന് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് ഫോർ യു. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്. അതുകൊണ്ട് പിന്നെ ഏതോ വേറൊരു ആപ്പ് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ലോങ് ടേം റിലേഷൻഷിപ്പിനാണെങ്കിൽ നീ അതിനകത്ത് നോക്കുക, അതാണ് ബെറ്റർ ഓപ്ഷൻ. ഇത് ചുമ്മാ ഷോർട്ട് ടേം ഇതിന് വേണ്ടി. അപ്പൊ ഈ ഷോർട്ട് ടേം നമ്മൾ ഇന്നത്തെ ഈ മാരേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ ഇപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതേപോലെ മറ്റേ നയനാര് പണ്ട് ചായ കുടിക്കുന്ന പോലെയാന്ന് പറഞ്ഞപ്പോ ആൾക്കാരെല്ലാം പുള്ളിക്ക് പൊങ്കാലയിട്ട് അതെ, പുള്ളി അമേരിക്കയൊക്കെ പോയപ്പോ അവരതിനെ ആ രീതിയിലുള്ള ലാഘവത്തോടു കൂടി എഴുതുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെയുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ലോയലായിരിക്കണം, ലോയലായിരിക്കണം. വിവാഹത്തില് അൺഫെയ്ത്ത്ഫുൾനെസ് ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ഇവിടെ ടോളറേറ്റ് ചെയ്യല, വെസ്റ്റേൺ വേൾഡിൽ ടോളറേറ്റ്. പക്ഷെ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ആവറേജ് 7 years അല്ലേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതെ, ഓസ്ട്രേലിയയിൽ ട്രൂത്ത്ഫുൾ ആയിട്ട് അവരെ ആ 7 വർഷം വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടാണ്. മനസ്സിലായോ? ചീറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അന്നേരം ദാറ്റ്സ് ദി എൻഡ്. പിന്നെ അവിടെ വേറെ സംസാരമില്ല, രണ്ടുപേരും അവര് തന്നെ പറയും I had a mistake, so he separated. ഇങ്ങനെയൊക്കെയാണേലും പാശ്വാബ് അത് കണ്ടുപിടിച്ചോ? അത് ആരുടെ ആയിരുന്നു? ഓമർ ഖയാമിന്റെ ആണോ റൂമിയുടെ ആയിരുന്നു? ഓമർ ഖയാം അല്ല, ഈ വേർഡ്സ് നീ എടുത്ത് എന്നാ, യെസ്റ്റർഡേ ഈസ് ഡെഡ്, ഡെഡ് യെസ്റ്റർഡേ, അൺബോൺ ടുമോറോ. അത്രയും അത് വെച്ചിട്ട് ഇത് സെർച്ച് ചെയ്തേ. Who wrote it? നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം Dead yesterday, unborn tomorrow. Why fret about it if today be sweet? ഇതെത്ര ഭംഗിയായിട്ടുള്ള നമ്മള് സുവിശേഷി പറഞ്ഞ ആ ഒരു പോയിന്റ്. Why fret about it? Omar Khayyam. Omar Khayyam. Who is Omar Khayyam? ഓമർ ഖയാമിന്റെ കാറ്റിൽ. പുള്ളി പോയറ്റ് ആയിരുന്നോ? ഭയങ്കര ഫേമസ് അല്ലേ പിന്നെ ഓമർ ഓമർ ഖയാം? തത്വചിന്തകനാണ്. വായിക്കട്ടെ, ഓമർ ഖയാം ആരായിരുന്നു? Persian scholar who lived from 1048 to 1131 in what is now Iran. He's remembered for his achievements in several fields: poetry, mathematics, astronomy, and many of his poems reflect on how short life is and encourage people to appreciate the present instead of worrying too much about the past or future. നമ്മൾ പറഞ്ഞ ആ സബ്ജക്റ്റുമായിട്ട് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ സെന്റൻസ് ഒന്നുകൂടെ വായിച്ച്, ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ടു ഫോക്കസ് ഓൺ പ്രസന്റ്. To reflect on how short life is, encouraged to appreciate the present instead of worrying too much about the past or future. ഓമർ ഖയാമിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പോയം ഏതാണ്? ഒരു പുസ്തകം വളരെ ഫേമസ് ആണ്, അതേതാണെന്ന് വെച്ച് നോക്കി. ബുക്ക് പിന്നെ ഓമർ ഖയാമിന്റെ നമ്മുടെ ഇത് മലയാളത്തിലാണ്. ആ പുസ്തകം നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്, വായിക്കണം. റൂബിയാത്ത്. വേറെ ഒരെണ്ണം അങ്ങനെ പറഞ്ഞു. ഞാൻ കൊച്ചിനെ വിടട്ടെ. മതി.
കിട്ടിയോ? The treatise on demonstration of problems of algebra. അല്ല That prove was here. that was maths. പോയംസ് അനീഷ് ബേസിക്കലി നമ്മള് പോയംസ്. ട്യൂസ്ഡേ പോകുന്നായിരുന്നു. സുഖ ഇവിടെ എത്തി കേട്ടോ. പലരുടെയും ഒരു ചിന്തയുണ്ട് ഓമർ ഖയാം ലെബനൂനിൽ നിന്നുള്ളതാണോ എന്ന്. പക്ഷേ ഇറാനിയനാണ്. ഇറാനിയനാണ്, ഇറാനിയനാണ്. അപ്പം ഇപ്പം ആ ഇറാൻ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയെ പറ്റിയുള്ള ഒരു കോട്ട് വന്നത്. പേർഷ്യ എന്ന് പറയുന്നത് പണ്ട് പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഖയാമിന് പാട്ടുണ്ടല്ലോ. ഓമർ ഖയാമിന്റെ നാട്ടില് അങ്ങനെ ഒരു പാട്ടുണ്ട് മലയാള സിനിമയിൽ എന്തോ ഒരു പാട്ടുണ്ടോ എന്ന് അതെ സമയത്ത്. അതെ 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 ഒരു ഇത് ഗസല് പോലെ പാടുന്നത്. ഒമർ ഖയാമിനെ പറ്റി ഒരു സെർച്ച് നടത്തുന്ന ഒരു സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. പക്ഷെ 54 നമ്മൾ ഡേസാൻഡിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ചക്കലൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എല്ലാരും സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. നമ്മൾക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട, നമ്മൾ എവിടെ ഹാപ്പി അവിടെ ഹാപ്പി എത്തിക്കാക്കാം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഹാപ്പി ഹാപ്പി എൻഡിങ് ഹാപ്പി